പ്രശ്നം നടക്കുമ്പോൾ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റിയാൽ എന്ത് സൗകര്യമായനെ അല്ലെ? സുരേന്ദ്രൻ അങ്ങനെയാണ്. സുരേന്ദ്രന്റെ രണ്ടു കാലിലും മന്തുണ്ടെങ്കിലും അത് വെള്ളത്തിൽ പൂത്തി വെച്ചുകൊണ്ട് ഒരു കാലിൽ മന്തുള്ളതിനെ നോക്കി മന്ദ എന്ന് വിളിക്കാനാണ് സുരേന്ദ്രന് ഇഷ്ടം. അതിന് രാഷ്ട്രീയമായാലും ശരി, മറ്റെന്തായാലും ശരി. ബത്തേരിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കോഴ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ജാമ്യം ലഭിക്കുകയുണ്ടായി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബത്തേരി നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ CK ജാനുവിന് 50 ലക്ഷം രൂപ കോഴയായി നൽകിയെന്നാണ് കേസ്. കേസിലെ ഒന്നാം പ്രതി കെ സുരേന്ദ്രനും രണ്ടാം പ്രതി CK ജാനുവും മൂന്നാം പ്രതി BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയലുമാണ്. CK ജാനുവിന് നേരത്തെ തന്നെ കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം തനിക്കെതിരെ എടുത്ത അനേകം കള്ളക്കേസുകളുടെ കൂട്ടത്തിൽ ഒരു കേസ് മാത്രമാണ് ബത്തേരി കേസെന്ന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. ഇത് മുസ്ലിം ലീഗ് നേതാവ് കൊടുത്ത് സർക്കാർ കെട്ടിച്ചമച്ച കേസാണെന്നും പോലീസ് അതിന് വേണ്ട ഒത്താശ ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. സർക്കാർ മുസ്ലിം ലീഗുമായി ചേർന്നുണ്ടാക്കിയ കേസാണിതെന്ന് എല്ലാവർക്കും അറിയാം. 2 തവണ കോടതി കുറ്റപത്രം മടക്കിയ കേസാണിത്. വ്യാജ കേസിനെ BJP നിയമപരമായി നേരിടും. മഞ്ചേശ്വരം കേസ് പോലെ തന്നെ ഈ കേസും കോടതി ചവറ്റുകൊട്ടയിൽ തന്നെ എറിയും. അതിനാൽ എല്ലാ കേസുകളിലും കോടതിയുടെ മുൻപിൽ സത്യം തെളിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇത് മറയ്ക്കാൻ ഏറ്റവും നല്ല വഴി സംസ്ഥാന സർക്കാരിനിട്ട് കുത്തുകയാണെന്ന് സുരേന്ദ്രൻ അറിയാം. പുള്ളി അത് നല്ല വൃത്തിക്ക് ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഇതിനിടെ മുണ്ടയ്ക്ക് ചൂരമല പുനരധിവാസം പൂർണ്ണമായും പാളിയെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന കൊണ്ടൊന്നുമല്ല, പകരം സംസ്ഥാന സർക്കാർ കൊള്ളാത്തത് കൊണ്ടാണെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. പുനരധിവാസത്തിന് ആദ്യം 2 എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ അത് ഒന്നാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അതുമില്ല എന്നതാണ് അവസ്ഥ. സർക്കാർ പുനരധിവാസത്തിന് ഒരു തയ്യാറെടുപ്പും ഇതുവരെയും നടത്തിയിട്ടില്ല. വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത മന്ത്രിസഭാ ഉപസമിതി എന്താണ് ചെയ്തതെന്ന് സുരേന്ദ്രന് ഇതുവരെയും മനസ്സിലായിട്ടില്ലത്രേ. ഹൈക്കോടതി പറഞ്ഞ പോലെ കയ്യിൽ പണം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാത്ത സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിൽ എന്ത് വീടാണ് ഉണ്ടാക്കുക എന്നാണ് സുരേന്ദ്രന്റെ സംശയം. ദുരന്തത്തിൽ നിന്നും തട്ടിപ്പ് നടത്തുകയാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. കേന്ദ്രത്തിനെ പഴിചാരി രക്ഷപ്പെടാൻ ഇനിയാവില്ല. പുനരധിവാസത്തിന് സഹായിക്കാൻ തയ്യാറായവരെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ തന്നെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. ഇത്രയും കഴിവുകെട്ട സർക്കാർ വേറെ എവിടെയും ഉണ്ടാകില്ലെന്നും ഇദ്ദേഹം പറയുകയുണ്ടായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മന്തിന്റെ കഥ. ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാത്ത കേന്ദ്ര ഗവൺമെന്റ് സുരേന്ദ്രന്റെ കണ്ണിൽ ഗ്രഹിച്ചാണ്. ആശാ വർക്കർമാരുടെ സമരത്തെ CPM അപമാനിക്കുകയാണ്. ഇത്രമാത്രം തൊഴിലാളി വിരുദ്ധമായ ഒരു പാർട്ടി വേറെ ഇല്ല. സ്ത്രീകൾ നടത്തുന്ന സമരത്തെ അവഹേളിക്കുകയാണ് സർക്കാർ. ആശകൾക്ക് പിന്തുണയുമായി BJP ഈ മാസം 27, 28 തീയതികളിൽ രാപ്പകൽ സമരം നടത്തുമത്രേ. അടുത്ത കൊട്ട് കോൺഗ്രസിനുള്ളതാണ്. ശശി തരൂർ ഒരു സത്യം പറഞ്ഞു എന്നതാണത്രേ യാഥാർത്ഥ്യം. അതിനോടുള്ള അസഹിഷ്ണുതയാണ് നെഹ്റു കുടുംബം കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധനാണ്. അർബൻ നക്സലായ രാഹുലിനുള്ള മറുപടിയാണ് ശശി തരൂർ പറഞ്ഞത്. EVM-നെതിരെ വിദേശത്ത് പോയി ചോദ്യം ചെയ്യുകയാണ് രാഹുൽ ചെയ്യുന്നത്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ അദ്ദേഹത്തിന് പുച്ഛമാണ്. മതഭീകരവാദികളുടെ കയ്യിലെ ചട്ടുകമാണ് രാഹുൽ ഗാന്ധി എന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി.